സന്ദീപ് വാര്യരുടെ ഒരു ആരോപണം ശങ്കു ടി ദാസിനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ശങ്കു ടി ദാസിന് ഒരു വലിയ അപകടം പറ്റിയിരുന്നു, ദീർഘകാലം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു, കോമയിലൊക്കെ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾ. അത് കഴിഞ്ഞ് വളരെ കാലമെടുത്താണ് അതിൽ നിന്ന് റിക്കവറായൊക്കെ വന്നത്. ശങ്കു അന്നൊരു യാത്ര ചെയ്യുന്നത് തന്നെ സന്ദീപ് വാര്യർക്ക് വേണ്ടിയിട്ടാണ്. സന്ദീപ് വാര്യർ പറഞ്ഞ പ്രകാരം സുഖമില്ലാതിരുന്നിട്ട് ഓഫീസിലേക്ക് പോയി ഒരു വക്കീൽ നോട്ടീസ് തയ്യാറാക്കി നൽകുകയാണ് അന്ന് ചെയ്തത്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അജ്ഞാതമായിട്ടുള്ള ഒരു വാഹനം ഇടിച്ച് ഗുരുതരാവസ്ഥയിലേക്ക് പോയത്. ഈ സന്ദീപ് വാര്യർ എന്താണ് ഇങ്ങനത്തെ ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത്? തീരെ മനസാക്ഷിയില്ലാത്ത പെരുമാറ്റമാണല്ലോ ഇത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. മനസാക്ഷി പലപ്പോഴും മനുഷ്യനുള്ള സാധനമാണ്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ഈ ആക്സിഡൻ്റൊക്കെ പറ്റി ഇപ്പോൾ ഞങ്ങൾ എറണാകുളത്തൊക്കെ തന്നെ പലർക്കും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ആക്സിഡൻറ്റ് പറ്റുന്ന ആളുടെ രാഷ്ട്രീയം നോക്കാറില്ല. രാഷ്ട്രീയം നോക്കാതെ കണ്ട് നമ്മളെല്ലാവരും ആ സ്ഥലത്തേക്ക് ഓടിപ്പാഞ്ഞെത്തുകയും അതിനു വേണ്ടിയിട്ട് ആർക്കാണ് അപകടം പറ്റിയിരിക്കുന്നത് ആ ആളുകളെ സംരക്ഷിക്കുന്ന, അവരെ രക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്നത് ആരും രാഷ്ട്രീയം നോക്കാറില്ല. സ്വാഭാവികം. അതിനുശേഷം ആ തരത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് ആരോപണം ഉന്നയിക്കാറില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഈ സന്ദീപ് വാര്യർക്ക് മനുഷ്യത്വം ഉണ്ടെന്ന് ആരോപണം എനിക്കില്ല. കാരണം സാധാരണ മനുഷ്യന് മാത്രം വേണ്ട സാധനമാണ് മനുഷ്യത്വം. അങ്ങനെ ഒരു ഇത് സന്ദീപ് വാര്യരെ കുറിച്ചിട്ട് ആരും നേരത്തെ ആക്ഷേപം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തെ കുറിച്ചിട്ട്. കാരണം ഒരു മനുഷ്യത്വം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഈ വളരെ ചെറിയ പ്രായത്തിനിടയ്ക്ക് കേരളത്തിൽ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളാണ് ആ മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അയാളുടെ ദീർഘമായുള്ള അയാളുടെ അനുഭവങ്ങളുണ്ട്. കാരണം പ്രായം കുറവാണെങ്കിൽ വലിയ അനുഭവങ്ങളേക്കുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അയാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചെറുപ്പകാലത്ത് SFIയിൽ പ്രവർത്തിച്ച അനുഭവമുണ്ട്, പിൽക്കാലത്ത് BJPയിൽ പ്രവർത്തിച്ച അനുഭവമുണ്ട്, ഇപ്പം അയാൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന അനുഭവമുണ്ട്. സാധാരണ കോൺഗ്രസ്സുകാരന് പോലും പല കോൺഗ്രസ്സുകാർക്കും മനുഷ്യത്വമൊക്കെ ഉള്ളവരാണ്, എനിക്കറിയാവുന്ന പലരും അങ്ങനെയാണ്. പക്ഷെ ആ ഗണത്തിൽ ഇയാളെ പെടുത്താൻ വേണ്ടി സാധ്യമല്ല. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാരണം ശങ്കു ടി ദാസ് എന്ന് പറയുന്ന വക്കീല്, ചെറുപ്പക്കാരനായിരിക്കുന്ന ആള് തിരൂരിൽ നിന്ന് രാത്രി വണ്ടി ഓടിക്കുന്ന സമയത്തുണ്ടായിരിക്കുന്ന അപകടം, പൊന്നാനിക്ക് പോകുന്ന സമയത്താണ് അപകടം ഉണ്ടാവുന്നത്. ഈ അപകടത്തെ സംബന്ധിച്ച് അന്ന് പത്രത്തിന്റെ വാർത്തകളുണ്ടായിരുന്നു. ഈ സന്ദീപ് വാര്യർ തന്നെ പല സമയത്തും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഇന്നിപ്പോ മാറ്റി പറയുന്നത് തികഞ്ഞ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ പറയുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. രണ്ടായാലും ഉപകാരം നമുക്കാ. കാരണം എല്ലാ ചാനലും വന്നിരുന്നിട്ട് അവഹേളിക്കപ്പെടുകയാണ് സന്ദീപ് വാര്യര്. ഇത്ര നാണം കെടാനിട്ട് ഇയാൾ ഇത്ര പാപം എന്താ എനിക്കറിയില്ല. ഇയാൾ കാലുമാറി എന്നുള്ളത് ശരിയാണ്. എന്ന് മാത്രമല്ല അയക്ക് ഒരു സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അയക്ക് ഒരുപാട് പൈസ കടമുണ്ടായിരുന്നു അത്രേ. അപ്പൊ ഈ കടമ വീട്ടാൻ വേണ്ടിയിട്ട് അയാൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സമീപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സമീപിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. അയാൾ കോൺഗ്രസ്സുകാരനെ സമീപിച്ചു, കോൺഗ്രസ്സുകാരൻ കുറെ പണം കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇതിൽ വലിയ ധാർമ്മികതയൊന്നുമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം രാഷ്ട്ര സേവനമൊന്നുമല്ല, ഇതൊരു വ്യവസായമാണ്. വ്യവസായമാകുമ്പോൾ എനിക്കും ലാഭം കിട്ടണം, നിങ്ങൾക്ക് ലാഭം കിട്ടണം, അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ ഒപ്പമുണ്ട്, സന്തോഷം. ഏതാണെങ്കിലും അയാൾ നല്ല സാമ്പത്തിക പരാധീനതയിലായിരുന്നു എന്നുള്ളവരും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എനിക്കിവിടെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട പലരുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ സാമ്പത്തിക പരാധീനതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇയാൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറുന്നത് ഒരിക്കലും ഇയാളുടെ ഒരു രാഷ്ട്രീയ ആശയപരമായുള്ള വിഷയങ്ങളുടെ പേരിലല്ല. ആറാട്ട് നന്നാവണമെന്ന് ആനയ്ക്കുണ്ടോ നിർബന്ധം? അതിന് കുറെ പട്ടയും മടലും തിന്നണം. ഇയാളുടെ രാഷ്ട്രീയം മാറുന്നത് കേവലം സാമ്പത്തിക പ്രശ്നമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ എനിക്ക് AK ബാലനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് അവരോട് ചോദിച്ചു 2 കോടി രൂപ അല്ലെ, 2 കോടി രൂപ ചോദിച്ചു എന്നാണ് AK ബാലൻ പറഞ്ഞത്. അപ്പൊ AK ബാലൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ 2 കോടിക്കുള്ള ഈ ചരക്കിന് 2 കോടി പോയിട്ട് ഒരു 20 ലക്ഷത്തിന് വകുപ്പില്ലല്ലോപ്പാ. അങ്ങനെ 10 കാശിന് കൊള്ളാത്തൊരു സാധന. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BJPയിൽ ഉള്ള കാലത്ത് തന്നെ തൃശ്ശൂരിലൊക്കെ അദ്ദേഹത്തിന്റെ ചില കയ്യിലിരിപ്പിന്റെ ചില വിശേഷങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നേരെ ശരിയാണോ ഇല്ലെന്ന് അറിയില്ല. ഏതാണെങ്കിലും വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇയാൾ ചില സ്ഥലത്തൊക്കെ പിടിച്ച് കെട്ടിയിട്ടായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ടില്ലടോ തന്നെയോടെ പിടിച്ചു കെട്ടിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദീപ് വാര്യരുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാതെ വന്ന പ്രസ്ഥാനമാണ് BJP.
അങ്ങനെ നിൽക്കാൻ സാധ്യമല്ല. കാരണം ഈ വളരെ കുഴപ്പക്കാർക്ക് അവരുടെ കയ്യിലിരിപ്പ് മോശമായിട്ട് പല വീടുകളിലും കയറാൻ പറ്റില്ല. കാരണം വീടുകളിൽ കയറുന്ന വലിയ പ്രശ്നമാണ്. കാരണം പഴയ കാലത്ത് NSUവിന്റെ സമ്മേളനം നാഗപ്പൂര് നടന്നു. രമേശ് ചെന്നിത്തല ഓൾ ഇന്ത്യ അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ്. ആ സമ്മേളനം നടക്കുന്ന സമയത്ത് വഴിപോക്കിൽ പോകുന്ന വീടുകളിലൊക്കെ NSUക്കാര് എന്ന് പറയുക KSUവിന്റെ ഓൾ ഇന്ത്യ രൂപം അവരാളിൽ കയറി എന്നാ പറയാ. അവരാ വീടുകളിൽ കയറിയിട്ട് അവിടെയുള്ള പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാർത്താക്കാലത്തുണ്ടായിരുന്നു. എനിക്ക് ശാരദയോടുള്ള ഈ വികാരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ? അന്ന് NSUവിന്റെ ഓൾ ഇന്ത്യ അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയാണ്. സമാനമായിട്ടുള്ള സ്വഭാവത്തിന്റെ ആളാണ് ഇദ്ദേഹവും. ഞാൻ അതേപോലെ ചെയ്യുന്നു എന്നുള്ളതല്ല, ഏതാണെങ്കിലും ഇയാളുടെയും ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഒരു തൃപ്തികരമായിട്ടുള്ളതല്ല. ആളുകൾ പറയുന്നത്ര ചീത്തയല്ല ഞാൻ. വളരെ ദുർബലമാണ് എന്റെ മനസ്സ്. ഉള്ളിൽ തോന്നുന്നത് പറഞ്ഞു പോകും. ഇന്നിപ്പോ ഇയാൾ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ശങ്കുട്ടിദാസിന് എതിരായിട്ട്, ശങ്കുട്ടിദാസ് വാഹനത്തിൽ പോകുന്ന സമയത്ത് വാഹനം ഇടിച്ചത് മദ്യപിച്ചിട്ടാണെന്ന്. ഇത് നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇയാൾ ആഹ്വാനം ചെയ്തിരുന്നല്ലോ. എന്താ കാരണം? ഇയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ശങ്കുട്ടിദാസ് എന്ന ഓഫീസിൽ പോയത്. അതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഒന്നീ ഞാൻ നാറും, അല്ലെങ്കിൽ ഞാൻ നേടും. അന്ന് പനി പിടിച്ചിട്ട് ശങ്കുട്ടിദാസിന് എഴുതിയിട്ടുണ്ട്, ഞാൻ പനി പിടിച്ച് വീട്ടിൽ കിടപ്പിലാണ്, നിവൃത്തിയില്ലാതെ കണ്ട് എന്നെ നിർബന്ധിച്ച് സന്ദീപ് വാര്യർ എന്നെ ഓഫീസിലേക്ക് അയക്കുകയാണ്, അദ്ദേഹത്തിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ. ഇയാൾക്ക് മാനമുണ്ടോന്നുള്ള വേറെ വശമുണ്ടോ? മാനമുണ്ടോന്നുള്ള വേറെ വശമാണ്. ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ. ഏതാണെങ്കിൽ ആ പണി ശങ്കുട്ടിദാസിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അതിന്റെ വക്കീൽ ഫീസ് കൊടുത്തു എന്ന് എനിക്കറിയില്ല. കാരണം സ്വഭാവം വെച്ചിട്ട് കൊടുക്കാൻ സാധ്യതയില്ല. അല്ല, ഈ അപകടത്തിനകത്ത് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം സന്ദീപ് വാര്യർക്ക് മാത്രമേ അറിയാവൂ ഇങ്ങനെ ഓഫീസിൽ നിന്ന് ലേറ്റായിട്ട് തിരിച്ചു പോവുകയാണ് ശങ്കുട്ടിദാസ് എന്ന്. ഇങ്ങനെ ഒരു വൃത്തികെട്ട ആരോപണം ഉന്നയിച്ച സന്ദീപ് വാര്യർ തന്നെ ആയിരിക്കും അപകടത്തിന് മുന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതിന് സാധ്യതയുണ്ട്. കാരണം ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് ഇയാളുടെ രാഷ്ട്രീയ സ്വഭാവം വെച്ചിട്ട് ഇയാൾ ആരെ വേണമെങ്കിലും കൊല്ലും. ഇനി നീ എങ്ങാനും ഇയാൾക്ക് ആരെ വേണമെങ്കിലും അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇയാളുടെ ഉറ്റമിത്രമായിരിക്കുന്ന ഇയാൾക്ക് വേണ്ടിയിട്ട് മാനനഷ്ട കേസിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ തയ്യാറാക്കിയിരിക്കുന്ന ശങ്കുട്ടിദാസിനെ കൊലപ്പെടുത്താൻ സുഖമില്ലാതിരുന്നപ്പോ പോയതാണ്. അത് സുഖമില്ലാതിരിക്കുന്ന ആളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പറഞ്ഞയച്ച് ഇനി അയാളെ കൊല്ലാനുള്ള ശ്രമം നടത്തി കാണാം. കാരണം ഏതോ ഒരു വാഹനം വന്ന് ഇടിച്ചു എന്നാണ് പറയുന്നത്. ആ വാഹനം നിർത്താണ്ട് പോയി എന്നാണ്. ആ വാഹനം എൻ്റെ അഭിപ്രായത്തിൽ കൃത്യമായിട്ട് പോലീസിനെ കുറിച്ച് അന്വേഷണം നടത്തണം. ഈ പറയുന്ന മനുഷ്യന്, ഈ പറയുന്ന സന്ദീപ് എന്ന് പറയുന്ന ഈ വാര്യർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കപ്പെടുന്ന മനുഷ്യന്, ഇന്നത്തെ കോൺഗ്രസ്സുകാരനായിരിക്കുന്ന ഈ മനുഷ്യന് ഇതിൽ പങ്കില്ലാതിരിക്കാൻ സാധ്യതയില്ല. പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അന്വേഷണം. നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോ. എനിക്ക് ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നീ.